ദുരന്തബാധിതമായ ഒരു പ്രദേശത്തേക്ക് സഹായം എത്തിക്കുക എന്നത് ജീവൻ രക്ഷിക്കാൻ ലക്ഷ്യമിട്ട് ചെയ്യുന്ന പ്രവൃത്തികളായിരിക്കണം. എന്നാൽ ദുരന്തബാധിതരെ വീണ്ടും അപകടത്തിലാക്കാൻ സാധ്യതയുള്ള സഹായം ഒരു രാജ്യം ചെയ്യുകയാണെങ്കിൽ അവരോട് എന്താണ് പറയേണ്ടത്? ശ്രീലങ്കൻ ജനത ഇപ്പോൾ പാകിസ്ഥാനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഡിറ്റ്വ ചുഴലിക്കാറ്റ് ദുരിതം അനുഭവിക്കുന്ന ശ്രീലങ്കയ്ക്ക് പാകിസ്ഥാൻ അയച്ച ദുരിതാശ്വാസ സാമഗ്രികളുടെ നിലവാരം സംബന്ധിച്ച് രാജ്യത്ത് ഗുരുതരമായിട്ടുള്ള ആശങ്കകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. സഹായം എത്തിക്കുന്നതിൽ പാകിസ്ഥാൻ നടത്തിയത് നല്ല പ്രവൃത്തി എന്നതിലുപരി പരാജയപ്പെട്ട ഒരു PR തന്ത്രമായി മാറുകയാണ്. കൊളംബോയിലെത്തിയ പാകിസ്ഥാന്റെ ദുരിതാശ്വാസ ഭക്ഷ്യവസ്തുക്കൾ കേടായതും മലിനമായതും ഉപയോഗശൂന്യവുമാണെന്ന് വ്യക്തമായതോടെ ശ്രീലങ്കൻ പൗരന്മാർക്കിടയിൽ കടുത്ത പ്രതിഷേധമാണ് ഉടലെടുത്തിരിക്കുന്നത്. ഇത് സഹായമാണോ അതോ ദ്രോഹമാണോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ജനങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റും രോഷം പ്രകടിപ്പിക്കുന്നത്. ആരോഗ്യത്തിന് ഭീഷണിയായിരിക്കുന്ന ഈ വസ്തുക്കൾ വിതരണം ചെയ്യാൻ ദുരിതാശ്വാസ പ്രവർത്തകർ പോലും മടി കാണിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഡിറ്റ്വ ചുഴലിക്കാറ്റിൽ ദുരിതം അനുഭവിക്കുന്ന ശ്രീലങ്കയ്ക്ക് യഥാർത്ഥ സഹായമാണ് ആവശ്യം, അല്ലാതെ ഇതിനെ PR-നുള്ള വേദിയായി കാണരുതെന്നാണ് ദുരിതാശ്വാസ പ്രവർത്തകർ പറയുന്നത്. ശ്രീലങ്കയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ നേരത്തെ ദുരിതാശ്വാസ സാമഗ്രികളുടെ ഫോട്ടോകളൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി വെള്ളം, പാൽ, ബിസ്ക്കറ്റുകൾ എന്നിവ കയറ്റുമതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ കാണിച്ചുകൊണ്ട്, പിന്നീട് ഈ പാക്കറ്റുകളുടെ എക്സ്പയറി ഡേറ്റ് കാണിച്ചുകൊണ്ട് എക്സിൽ വ്യാപകമായി ശ്രീലങ്കൻ പൗരന്മാർ പങ്കിട്ട ഫോട്ടോകളോടൊപ്പമായിരുന്നു പാകിസ്ഥാന്റെ ഈ മഹത്തായ മാനുഷിക സഹായത്തിനെ ട്രോളിയും വിമർശിച്ചും ഒക്കെ നിരവധി പോസ്റ്റുകൾ വന്നത്. ഈ സംഭവം പുറത്തു വരുന്നതിന് തൊട്ട് മുമ്പ് ഇന്ത്യ തങ്ങളുടെ ദുരിതാശ്വാസ ദൗത്യത്തിന് വ്യോമാതിർത്തി നിഷേധിച്ചുവെന്ന് പാകിസ്ഥാൻ വ്യാജ പ്രചരണമൊക്കെ നടത്തിയിരുന്നു, പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ. എന്നാൽ 4 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ അനുമതി നൽകിയിരുന്നു എന്ന വസ്തുത പുറത്തു വന്നതോടെ പാകിസ്ഥാന്റെ ഈ കുപ്രചരണവും തകരുകയായിരുന്നു. ദുരിതാശ്വാസം എന്ന വ്യാജേന ഉപയോഗശൂന്യമായ കേടായ സ്റ്റോക്കുകൾ കൊണ്ട് പുറന്തള്ളാനുള്ള ഒരു രാജ്യമായി തങ്ങളുടെ രാജ്യത്തിനെ കണ്ടതിൽ ലങ്കൻ ജനത പാകിസ്ഥാനോട് കട്ടക്കലിപ്പിലാണ്. പാകിസ്ഥാൻ നടത്തിയ മാനവിക ദൗത്യം സതുദ്ദേശത്തോടെയുള്ള ഒന്നല്ലെന്നും അത് ലോകശ്രദ്ധ നേടാനുള്ള ഒരു ദയനീയ PR ശ്രമം മാത്രമായിരുന്നുവെന്നും ഇപ്പോൾ രാജ്യത്തിലുടനീളം വിലയിരുത്തപ്പെടുന്നു. സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഉപദ്രവിക്കരുത് എന്നാണ് ഇപ്പോൾ ലങ്കക്കാർ പാകിസ്ഥാനോട് കേണപേക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.